നമസ്കാരം, ഞാൻ ദിനേഷ് സോബർണിക. നമ്മുടെ അടീനിയത്തിൻ്റെ ഒരു സ്റ്റോറിയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടീനിയത്തിന് ഒരു സ്പൂൺ ഉപ്പ് മതി പൂവിട്ടെന്നറിയാനാണ്. ഇത് സത്യമാണോ എന്നാണ് ചോദിച്ചിരുന്നു. അപ്പോൾ അടീനിയത്തിന് ഉപ്പ് കൊടുത്താൽ എന്ത് സംഭവിക്കും? പല വീഡിയോകളിലും ഈ എപ്സം സാൾട്ടിന് ഉപ്പ് എന്ന പേരിൽ പറയാണ്, ഉപ്പിട്ട് കൊടുത്തരാം. അപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾ എന്താ പറയുക, മുഴുവൻ കാണാതെ സ്പൂൺ ഒരു 1-2 സ്പൂൺ ഉപ്പ് ചെടിക്ക് കൊണ്ടിടും. അങ്ങനെ നാശമായ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറയുന്നത്, ഏത് വീഡിയോ കാണുമ്പോഴും ആ വീഡിയോ ആരുടെ വീഡിയോ ആണെങ്കിലും അത് പൂർണ്ണമായി കാണാൻ നോക്കുക. ക്യാപ്ഷൻ കണ്ടന്റ് എഴുതിയത് മാത്രം നോക്കിയിട്ട് വീഡിയോനെ വിലയിരുത്തരുത്. അത് മുഴുവൻ കാണണം. ചിലപ്പോൾ അത് ഗുണം ചെയ്യും, ചിലപ്പോൾ അത് തെറ്റായിരിക്കാം. എന്തായാലും അതിൻ്റെ ഒരു വിശദീകരണമാണ് ഇപ്പോൾ ഇന്ന് നൽകുന്നത് കേട്ടോ. ഒരു അടീനിയം ചെടി, എൻ്റെ സുഹൃത്തിൻ്റെ 2 അടീനിയം ചെടി കേടായി എന്ന് പറഞ്ഞു, ഉപ്പ് കൊണ്ടിട്ടിട്ട്. ഇത് പലതിലും അടീനിയം മാത്രമല്ല കേട്ടോ, എല്ലാ ചെടിയിലും ഉപ്പ് കൊടുത്താൽ പൂവുണ്ടാവും എന്നൊക്കെ, കറിയുപ്പ് കൊടുത്താൽ പൂവുണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്. എല്ലാ ചെടിക്കും എല്ലാ മൂലകങ്ങളും ആവശ്യമാണ്. ഇപ്പോൾ സോഡിയം ആയാലും പൊട്ടാസ്യം ആയാലും മഗ്നീഷ്യം ആയാലും എല്ലാം വേണം. പക്ഷേ സോഡിയം ക്ലോറൈഡ് രൂപത്തിലുള്ള സാധനം ചെടികൾക്ക് എത്രത്തോളം നല്ലതാണെന്ന് പറയാൻ വയ്യ. കാരണം ഉപ്പ് എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളുടെ മേലെ തടിച്ചാൽ ഇല ഉണങ്ങിപ്പോവും. നമുക്ക് കളനാശിനി പോലെ ചെയ്യാം. ഉപ്പ് പുല്ലൊക്കെ ഉള്ള സ്ഥലത്ത് അടിച്ചു കഴിഞ്ഞാൽ അത് പുല്ലൊക്കെ ഉണങ്ങിപ്പോവും. അപ്പോൾ ഉണങ്ങിപ്പോവാൻ ഉപയോഗിക്കുന്ന ഒരു പരിപാടിക്ക് വേണമെങ്കിൽ ഉപ്പ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന കറിയുപ്പിൻ്റെ കാര്യമാണ്. കറിയുപ്പ് നേരിട്ട് ഒരു ചെടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അതിൻ്റെ കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഓസ്മോസിസ് എന്ന് പറഞ്ഞൊരു പ്രവർത്തനം. അതായത് ഇപ്പോൾ ലവണങ്ങൾ എവിടെയാണോ ഉള്ളത് ആ ഭാഗത്തേക്ക് അതായത് നമ്മൾ എവിടെയാണോ നിക്ഷേപിച്ച ഒരു ചെടിയുടെ കടക്കിലാണെങ്കിൽ, ലവണങ്ങളുള്ളത് ചട്ടിയിലാണെങ്കിൽ, നമ്മൾ ചട്ടിയിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ ചട്ടിയിൽ ലവണങ്ങൾ കെടുക്കുമ്പോൾ വേരിലുള്ള വെള്ളം മുഴുവൻ പുറത്തേക്ക് വരും. വേരിലുള്ള വെള്ളം മുഴുവൻ ആര് വലിക്കും? ഈ ഉപ്പ് ഇതിനെ വലിച്ചെടുക്കും. എന്നാൽ സാധാരണ രീതിയിൽ ചെടികളിൽ സംഭവിക്കുക എന്താ വെച്ചാൽ, ചെടികൾ വലിച്ചെടുക്കുന്ന ലവണങ്ങൾ വേരുപടലങ്ങളുടെ ഉള്ളിലാണ് ഉണ്ടാവുക. അപ്പോൾ വേരുപടലങ്ങളുടെ ഉള്ളിൽ ലവണങ്ങൾ ഉള്ളത് കൊണ്ട് ചട്ടിയിലുള്ള അല്ലെങ്കിൽ നിലത്തുള്ള വെള്ളത്തെ ചെടി ഉള്ളിലേക്ക് വലിക്കും. ഇതാണ് ചെടിക്ക് വേണ്ട പ്രവർത്തനം. പക്ഷെ നമ്മൾ ചെടിയുടെ കടക്കിൽ ഉപ്പിട്ടാൽ വരുന്ന പ്രവർത്തനം ഇതിൻ്റെ ഓപ്പോസിറ്റ്. അതായത് ഉപ്പ് കെടുക്കുന്നത് ചെടിച്ചട്ടിയിൽ അല്ലെങ്കിൽ ചെടിയുടെ വേരിൻ്റെ പുറത്താണ്. അപ്പോൾ ലവണങ്ങൾ കെടുക്കുന്നത് പുറത്തായത് കാരണം ഈ ഓസ്മോസിസ് എന്നുള്ള പ്രവർത്തനത്തിൻ്റെ തിയറി പ്രകാരം അത് വേരുപടലങ്ങളുടെ ഉള്ളിലുള്ള ജലാംശത്തെ വലിച്ചെടുക്കും. നമ്മളെ ഉപ്പുമാങ്ങയുടെയൊക്കെ തിയറിയില്ലേ, ഉപ്പുമാങ്ങയിൽ കണ്ടില്ലേ, ഉപ്പിട്ട് കഴിഞ്ഞിട്ട് വെച്ചാൽ മാങ്ങയിൽ ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ചുങ്ങിപ്പോവും. അതിലെ ജലാംശം മുഴുവൻ പുറത്തേക്കാണ് കിടക്കുക. അതിൻ്റെ ചെറിയ സുഷിരങ്ങളിലൂടെ അതിലെ മാങ്ങയിലുള്ള വെള്ളം മുഴുവൻ പുറത്തേക്ക് കിടക്കുന്നത്. ഇതുപോലെയാണ് എന്നോട് ഒരു സുഹൃത്ത് ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ചെടിയെ ഉപ്പുമാങ്ങയാക്കരുത് എന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ ചെടിക്ക് വളം എന്ന രീതിയിൽ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ കറിയുപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ കറിയുപ്പ് ഏത് ചെടിയാണോ, അടീനിയം എന്നല്ല കേട്ടോ, ഏത് ചെടിയാണോ ആ ചെടിയുടെ വേരുപടലത്തിലുള്ള ജലാംശത്തെ മുഴുവൻ പുറത്തേക്ക് വലിക്കും. അതോടുകൂടി ആ ചെടിയുടെ വേരുപടലത്തിൻ്റെ കരുത്ത് കുറയും, ചെടി ഉണങ്ങാൻ തുടങ്ങും, ചെടി നശിക്കാൻ തുടങ്ങും. ഇതാണ് സംഭവിക്കുക. ഇത് അറിയാതെ പല ആളുകളും പല വീഡിയോയിലും കറിയുപ്പ് നേരിട്ട് ചെടികളുടെ കടക്കിൽ ഇട്ട് കൊടുത്താൽ ചെടി നന്നായി വളരും, പൂവുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അതല്ലാതെ ഫോറിൻ വീഡിയോസ് ഉണ്ട്. അതുപോലെ നമ്മളെ ഈ എപ്സം സാൾട്ടിനെ ഉപ്പ് എന്ന് പറഞ്ഞിട്ടിട്ട് വീഡിയോ മുഴുവൻ കാണാത്ത ആളുകൾ അത് ഉപ്പാണെന്ന് കരുതിയിട്ട് കൊണ്ടിട്ടിട്ട് ചെടി നശിച്ചു പോയ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു ചെടിയെക്കുറിച്ച് പഠിച്ച് അതിലെ വളങ്ങൾ ഏതൊക്കെ, എത്ര തോതിൽ അതിന് വേണം, എങ്ങനെയാണ് ആ വളങ്ങൾ ആ ചെടിയിൽ പ്രവർത്തനം നടത്തുന്നത്, പൂവുണ്ടാവാൻ എന്താണ് ചെയ്യുന്നത്, കായ ഉണ്ടാവാൻ ഏത് വളങ്ങളാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം ഒരു വീഡിയോ ചെയ്യാൻ. പഠിച്ചിട്ട് ചെയ്യുമ്പോൾ അതിന് അർത്ഥം വേറെയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. മാങ്ങ ഇട്ടിട്ട് അതിൽ ഉപ്പിട്ടിട്ട് കല്ലുപ്പിട്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, കുറച്ച് ദിവസം കൊണ്ട് 2 ദിവസം കഴിയുമ്പോഴേക്കും മാങ്ങയുടെ വ്യത്യാസം വരും. അതുപോലെ നിങ്ങൾ നല്ലൊരു ചെടി എടുക്കുക, കുറച്ച് ഉപ്പിട്ട് നോക്കുക. അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയാം, ചെടി ഉണങ്ങിപ്പോവും. ചെടിയുടെ ഇപ്പം അടീനിയത്തിന് ഇട്ടെന്ന് കരുതുക, അടീനിയം വളരെ സെൻസിറ്റീവ് പ്ലാന്റാണ്. അടീനിയത്തിനാണ് നിങ്ങൾ ഉപ്പിട്ട് വെച്ചാൽ ഈ കോഡക്സ് എന്താ ഉണ്ടാവുക അറിയുക, ചുങ്ങിപ്പോവും. അതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ അംശമുള്ള മണൽ അല്ലെങ്കിൽ, ഇത് പ്രത്യേകം പറയാൻ കാരണം, ഈ ചില ആളുകൾ മണൽ കിട്ടാതെ വരുമ്പോൾ ബീച്ച് ഏരിയയിലോ അവിടെയൊക്കെ പോയി വരുമ്പോൾ മണലൊക്കെ എടുത്ത് വരും. അങ്ങനെ വല്ല ആളുകളും മണലെടുത്തിട്ട് അടീനിയത്ത് പോലത്തെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം ഒഴിക്കുന്ന സമയത്ത്, വെള്ളം ഒഴിക്കുന്ന ആ ദിവസങ്ങളിൽ ഇതിൻ്റെ കോഡക്സ് ചുങ്ങിപ്പോവും. അതിൻ്റെ കാരണം തീരദേശ ഭാഗത്തുള്ള മണ്ണിലെ ലവണങ്ങളാണ്. ഇത്
മനസ്സിലാക്കിക്കൊണ്ട് വേണം നമുക്ക് ചെയ്യാൻ. പിന്നെ പല സമയത്തും തന്നെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ പല ഏരിയയിലുള്ള പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോഴും പലപ്പോഴും ചില ആളുകൾക്ക് അബദ്ധങ്ങൾ പറ്റാറുണ്ട്. മണ്ണ് മേടിച്ചിട്ട് ആ മണ്ണ് പോട്ടിംഗ് മിക്സ് എവിടുന്ന് എടുക്കുന്ന മണ്ണാണെന്ന് അറിയില്ല. അപ്പോൾ അതിൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കടൽ തീരത്തെ പറമ്പുകളിലെ മണലുകളാണെങ്കിലോ ഒക്കെ ഇതുപോലെ തുടക്കത്തിലൊരു ഷ്രിങ്കിങ് ചുളിച്ചിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ വെള്ളമൊഴിച്ച് അത് പോവും, പക്ഷേ അതുവരെയുള്ള ചെടിക്കൊരു നാശമാവാനുള്ള ഇടയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഒരു സ്പൂൺ ഉപ്പ് മതി അടിയിനിയം പൂവിട്ട് നിറയാൻ തഴച്ചു വളരാൻ എന്ന് കേൾക്കുമ്പോൾ ആ വീഡിയോ പൂർണ്ണമായും കാണുക, അതിനെ മനസ്സിലാക്കുക. ഇനി എപ്സം സാൾട്ടിൻ്റെ കാര്യം ഒന്നുകൂടി പറയാം. എപ്സം സാൾട്ട് എന്ന് പറയുന്നത് മഗ്നീഷ്യം സൾഫേറ്റ് ഞാൻ മുന്നേ പറഞ്ഞതാണ്. അത് ചെടിക്ക് ഹരിതക ഭാഗം വർദ്ധിപ്പിക്കാനുള്ളതാണ്. അത് മാത്രം കൊടുത്തിട്ട് പൂവിട്ടു എന്ന് പല ആളുകളും പറയുന്നത് കാണാം. അത് തീർച്ചയായും തെറ്റാണ്. അതിന് ഒരു മൂലകം മാത്രമാണ് അതിന് മഗ്നീഷ്യം സൾഫേറ്റിൽ അല്ലെങ്കിൽ ഒരു മഗ്നീഷ്യം സൾഫറും കിട്ടുന്നു എന്ന് പറയുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതായത് ചെടിയുടെ ഹരിതക ഭാഗം വർദ്ധിപ്പിക്കാൻ, ചെടിക്ക് നല്ല പച്ചപ്പ് നൽകാനാണ് ഉപയോഗിക്കുന്നത്. അത് കാരണം കൊണ്ട് ചെടി വലുതാവും എന്നേ പറയാനുള്ളൂ. പൂവിടാനുള്ള ഒരു മാജിക് ഫെർട്ടിലൈസർ ഒന്നുമല്ല എപ്സം സാൾട്ട്. ഇനി ഇതൊരു അത് അടിച്ചു കൊടുത്തിട്ട് ചെടിക്ക് തഴച്ചു വളർന്നിട്ട് പൂവിട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ചില ആളുകൾ കൂടുതൽ എപ്സം സാൾട്ട് സ്പ്രേ ചെയ്യുകയും കടക്കിലിട്ട് കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ ഏത് വളം അമിതമായിട്ട് ചെടിയുടെ കടക്കിലെത്തിക്കഴിഞ്ഞാൽ ഇതേപോലെ ചെടിക്ക് രാസപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ട് ചെടി ഉണങ്ങിപ്പോവാനും നാശമാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓസ്മോസിസ് പ്രവർത്തനം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അനാവശ്യമായിട്ട് ഉപ്പ് ചെടികൾക്ക് വളമായിട്ട് ഇട്ടുകൊടുക്കാൻ പാടില്ല എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അതേപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് അയച്ചു കൊടുക്കുകയും കൂടി ചെയ്യുക. താങ്ക്